നമ്മളുടെ വീട്ടിലെ ഏറ്റവും വലിയ വില്ലന്മാരെന്ന് പറഞ്ഞാൽ പല്ലിയും പാറ്റയും ആയിരിക്കും അല്ലേ. ഗസ്റ്റ് ആയിട്ട് വരുന്നതാണ് ഈച്ച. നമ്മളുടെ മഴക്കാലം ആകുമ്പോഴാണ് കൂടുതൽ ഈച്ച ശല്യം വരുന്നത്, അല്ലെങ്കിൽ അത്രത്തോളം ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു പല്ലിയും പാറ്റയും വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ നമുക്ക് സഹിക്കാനായിട്ട്. പക്ഷേ ഈ ഒരു ചെറിയ കാര്യങ്ങൾ ചെയ്തു നോക്കട്ടോ, വളരെ നമ്മൾ അടുക്കളയിൽ എന്നും എപ്പോഴും ഉള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഇതിനെ തുരത്താനായിട്ട് സാധിക്കും. വളരെ സിമ്പിളായിട്ട് തന്നെ കേട്ടോ. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണുക. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമുക്ക് പല്ലിയെ തുരത്താൻ നോക്കിയാലോ. പല്ലി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഓൾമോസ്റ്റ് നമ്മളുടെ വീടിൻ്റെ പല സൈഡുകളിലും പല വിധത്തിലും അതിൻ്റെ കാഷ്ടം ക്ലീൻ ചെയ്യലാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അല്ലേ. അപ്പോൾ കുറച്ച് ഡെറ്റോൾ എടുത്തിട്ടുണ്ട്. അതെൻ്റെ ചെറിയ മോന് വെള്ളം മിക്സ് ചെയ്ത് വെച്ചുകൊണ്ടാണ് വൈറ്റ് കളർ വന്നേക്കുന്നത്. കുട്ടികളുള്ള വീട്ടിലറിയാലോ, എന്തെങ്കിലും കണ്ട് അതിൽ വെള്ളം മിക്സ് ചെയ്യുക അങ്ങനെയൊക്കെ ഉള്ളൊരു ടെൻഡൻസിയാണ് കുട്ടികൾക്ക്. വെക്കേഷൻ ആയതുകൊണ്ട് ഒരു രക്ഷയില്ലാത്ത വികൃതിയാണ് കേട്ടോ. അതുകൊണ്ടാണ് വെള്ള കളർ വന്നേക്കുന്നത്. ഡെറ്റോൾ ഒരു ടേബിൾ സ്പൂണിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി മിക്സ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു ലിക്വിഡ് ഉണ്ടെങ്കിൽ നമുക്കൊരു 4 ദിവസമെങ്കിലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. വളരെ കുറച്ച് ക്വാണ്ടിറ്റി മതി, കുറേയൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും ഇതുപോലെ കബേർഡിൻ്റെ ഇപ്പം പല്ലികളൊക്കെ വന്നിരിക്കാൻ ചാൻസ് ഉള്ള സൈഡുകളൊക്കെ ഉണ്ടാവില്ല, ഓരോ കബേർഡിൻ്റെ മൂലകൾ അങ്ങനെയുള്ള കബേർഡ് ക്ലീൻ ചെയ്യാനും ഇത് സൂപ്പറാണ് കേട്ടോ. നല്ലതുപോലെ തന്നെ അഴുക്കൊക്കെ പോകാനും വളരെ നല്ലതാണ്. അതുമല്ല വീട്ടിൽ നല്ല എപ്പോഴും ഒരു ഫ്രഷ് മണം നിൽക്കാനും ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്താൽ നല്ലതാണ്. ഇതുപോലെയുള്ള വിടവുകളിലൊക്കെ നമ്മൾ ഈ ഒരു ലിക്വിഡ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു പല്ലികൾ വന്നിരിക്കുന്ന ഏതൊക്കെ സൈഡാണോ ആ ഒരു സൈഡുകൾ, ഇപ്പോൾ ടി വിയുടെ ഈ ഒരു ഭാഗമൊക്കെ പല്ലിയുടെ വാസസ്ഥലം എന്ന് പറയാം. അതുപോലെ നമ്മളുടെ ജനാലിൻ്റെ സൈഡ്, കബേർഡിൻ്റെ സൈഡുകൾ, അങ്ങനെ ഓരോ ഏരിയകളുണ്ട്. അതുങ്ങൾക്ക് ഇരിക്കാൻ പാകത്തിനുള്ള സ്ഥലങ്ങൾ എവിടെയൊക്കെയാണോ അവിടെയൊക്കെ നിങ്ങൾക്ക് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത്, നമ്മളിപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ക്ലീനിങ് പൊടിയൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നിൽക്കില്ല. അപ്പോൾ ഈ ഒരു ലിക്വിഡ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ക്ലീനിങ്ങും എളുപ്പം നടക്കും, അതുപോലെ തന്നെ നല്ലപോലെ തന്നെ ക്ലീനും ആയി കിട്ടും. അതുപോലെ അതിനോടൊപ്പം തന്നെ നമുക്ക് പല്ലിയുടെ ശല്യം മാറിക്കിട്ടുവാനും സൂപ്പറാണ് കേട്ടോ. ഇത് ഞാൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ വലിയ പല്ലിയുടെ ശല്യം ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നല്ലപോലെ തന്നെ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് ഞാനിതൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കുന്നുണ്ട്. ഇത് നമുക്ക് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് എപ്പോഴും എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കൈകളിലെത്തി ക്ലീൻ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. നമ്മൾ ജസ്റ്റ് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമ്മൾ കാണുന്ന ഭാഗങ്ങൾ അങ്ങനെയൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് വിടവുകളും ആ ഒരു എല്ലാ സ്ഥലങ്ങളിലും ആഴ്ചയിൽ കൈയെത്തണം എന്നില്ല. അപ്പോൾ ഇതൊരു സ്പ്രേ ബോട്ടിലേക്കാക്കുക. ഇത്രയും മതിയിട്ട് വളരെ കുറച്ച് ക്വാണ്ടിറ്റി മതി, കുറേയൊന്നും നിങ്ങൾ ഇതൊന്നും ഉണ്ടാക്കി വെക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അപ്പോൾ എടുത്ത് ഉപയോഗിക്കും. നമ്മൾ കുറേ ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെച്ചിട്ട് മാസങ്ങളോളം ഇരുത്തി അത് ഉപയോഗിച്ചാൽ അത്ര ഗുണം ഉണ്ടാവില്ല. അതിൻ്റെ ഒരു സ്മെല്ല് ഇതിപ്പോൾ ഒരാഴ്ചത്തേക്ക് നമുക്കിത് മതി. ആ ഒരാഴ്ചയ്ക്ക് ഇരിക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ മാസങ്ങളോളം ഇപ്പോൾ ഈ ഒരു കുപ്പി ഫുള്ളൊക്കെ നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് അത്രത്തോളം ഉണ്ടാവില്ല കേട്ടോ. ഞാനൊരു പാഡ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക, ചെറിയ പീസാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് എപ്പോഴും നമ്മൾ തുടക്കാത്ത, നമ്മളെപ്പോഴും ക്ലീൻ ചെയ്യാത്ത, ഇപ്പോൾ വലിയ വലിയ വീടുകളൊക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോഴും ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ കാണാത്ത ഒരു സൈഡിലേക്ക് ഇതുപോലെ ഈ ഒരു പാഡിൻ്റെ ഒരു കഷ്ണം ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ ഒരു മിശ്രിതമില്ല അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ നമുക്ക് ബാത്റൂമിലൊക്കെ ചെയ്ത് വെച്ചാൽ നല്ലൊരു ഫ്രഷ് മണം ഉണ്ടാവും കേട്ടോ. നമുക്ക് ആ ഒരു ബാഡ് സ്മെൽ ഇല്ലാണ്ടിരിക്കാനൊക്കെ വളരെ നല്ലതാണ്. കബേർഡിൻ്റെ ഉള്ളിൽ ഞാൻ ചെയ്യാൻ പറയില്ലെന്ന് വെച്ചാൽ വിനാഗിരി, അതുപോലെ തന്നെ ഡെറ്റോൾ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. വിനാഗിരി ആകുമ്പം ആ ഒരു തുണിക്ക് അതിൻ്റെ ഒരു സ്മെല്ല് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കബേർഡിൻ്റെ ഉള്ളിൽ ചെയ്യേണ്ട, പുറമേയുള്ള ഇതുപോലുള്ള ജനാലിൻ്റെ ഇതുപോലെ വിടവുകളിലൊക്കെയാണ് പല്ലിയുടെ വാസസ്ഥലം എന്ന് പറയുന്നത്. ജനാലിൻ്റെ സൈഡ്, കബേർഡിൻ്റെ സൈഡ് കയറിയിരിക്കാൻ അവർക്ക്, അതുപോലെ കബേർഡിൻ്റെ ഉള്ളുകളൊക്കെയാണ്. അതുപോലെ ഇതുപോലെ ഫ്രെയിമൊക്കെ ഉണ്ടാവില്ല, അതിൻ്റെ സൈഡിലൊക്കെ ആയിരിക്കും ഇതിൻ്റെ വാസസ്ഥലം. അപ്പോൾ അവിടേക്ക് ഈ ഒരു പാഡ് ഇതുപോലെ വെച്ച് കൊടുത്ത് ഒന്ന് സ്പ്രേ ചെയ്ത് ഒരു പ്രാവശ്യം നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കട്ടെ. കിടിലൻ റിസൾട്ടാണ്. ബുദ്ധിമുട്ടുള്ള ഏതൊരു ജോലിയും എളുപ്പമാക്കാനായിട്ട് സിമ്പിൾ ടിപ്സ് ഈസി ലൈഫ് ഒന്ന്
ഒന്ന് ഇത് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഇനി ഈ ഓവുകളിൽ നിന്നാണ് നമുക്ക് മാക്സിമം പാറ്റകൾ വരുന്നത്. മിക്കപ്പോഴും നമ്മളെ വീട്ടിൽ പാറ്റ ശല്യം വീട്ടിലേക്ക് കയറി വരുന്നതിന് ഈ ഓവുകളിൽ നിന്നാണ്. അപ്പം നമ്മൾ ബേക്കിംഗ് സോഡയിൽ അത് ഡേറ്റ് കഴിഞ്ഞതാണെങ്കിലും യാതൊരു കുഴപ്പമില്ല. ഈ ഒരു ബേക്കിംഗ് സോഡ ഇതുപോലെ എല്ലാ ഓവുകളിലും ഓൾമോസ്റ്റ് ഇപ്പോൾ 2 നില വീടാണെങ്കിൽ മേളിൽ അത്രയും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. താഴ്ഭാഗത്തുള്ള എല്ലാ ഓവുകളിലും ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പക്കാരം ഇട്ട് കൊടുത്താൽ നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ. ഇതിൻ്റെ ആ ഒരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാറ്റയുടെ ആ ഒരു വംശം തന്നെ ഇല്ലാണ്ടാക്കും. അത്രയും സൂപ്പർ റിസൾട്ടാണ് കേട്ടോ. ഈ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചെറിയ കാര്യമാണ്. ഹാംഫുള്ളായിട്ടുള്ള കെമിക്കലൊന്നും ഉപയോഗിക്കാതെ തന്നെ നമ്മളെ വീട്ടിലുള്ള ഇതുപോലുള്ള സാധനങ്ങളെ ഓടിക്കുക എന്ന് പറഞ്ഞത് അല്ലേ. അടുത്തതായിട്ട് അനാർക്കലി ഹെയർ ഓയിൽ. ഇപ്പം ഞാനൊരു 2 വീഡിയോയിലായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. വളരെ 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 സന്തോഷമുണ്ട്. എത്ര പേരാണ് മേടിക്കുന്നതെന്നാണ്. നമ്മൾ വിശ്വസിച്ച് നമ്മളോട് സ്നേഹത്തോടു കൂടി സംസാരിക്കാനും അതുപോലെ വിളിക്കുന്നവരെല്ലാം നല്ല സ്നേഹത്തോടു കൂടി നമ്മളോടൊരു എന്താ പറയുക, ഒരു മോളോട് ഉള്ള സ്നേഹം അല്ലെങ്കിൽ ഒരു കരുതലോടു കൂടിയുള്ള സംസാരം. ശരിക്കും പറഞ്ഞാൽ വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ ഈ ഒരു എണ്ണയുടെ ഇത് വന്നപ്പോഴാണ് എല്ലാവരും എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നത്. കോൺടാക്റ്റ് ചെയ്തപ്പോൾ എന്ന് വെച്ചാൽ അവരുടെ അഭിപ്രായങ്ങളും എൻ്റെ ടിപ്സിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ എനിക്ക് വളരെ സന്തോഷമുണ്ട് കേട്ടോ. അനാർക്കലി ഹെയർ ഓയിൽ ഈ ഒരു 3 വീഡിയോയിൽ കൂടി തന്നെ നല്ല രീതിയിൽ ആളുകൾ അംഗീകരിച്ചു കേട്ടോ. അത് തന്നെ വളരെ ഒരു സക്സസ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ പലതരം പച്ചമരുന്നുകളായിട്ട് വെള്ളച്ചന്ദനം അതുപോലെ തന്നെ ഗന്ധപ്പാല, കാട്ടുനെല്ലിക്ക ഇവയൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ 2 ദിവസം കൊണ്ടാണ് ഈ എണ്ണ കാച്ചിയെടുക്കുന്നത്. നല്ല ഉറക്കം കിട്ടുവാനും അകാരനരം വരാതിരിക്കുവാനും വന്നവർക്ക് കുറച്ചധികം ഉപയോഗിച്ചാൽ മാത്രമേ ഒരു വ്യത്യാസം ഉണ്ടാവുള്ളൂ. പെട്ടെന്ന് കെമിക്കൽ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന റിസൾട്ടൊന്നും ഉണ്ടാവില്ല. സാവകാശം മുടി കറുക്കുവാനും മുടി കൊഴിച്ചിൽ മാറി താരൻ മാറി നല്ല രീതിയിൽ മുടി വളരുവാനും നല്ല ഉറക്കം കിട്ടും കേട്ടോ. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നല്ല ഉറക്കം കിട്ടുക, നല്ല തണുപ്പ് കിട്ടുക, മൈൻഡ് നല്ല റിലാക്സ് ആകുക. ഈ ഒരു എണ്ണ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് മേടിച്ച് നോക്കി. ഈ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അടിപൊളി റിസൾട്ടാണ്. ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ഇല നമ്മൾ ഇപ്പം കുറുമ വെക്കുമ്പോഴും ചിക്കൻ കറി വെക്കുമ്പോഴും നെയ്ച്ചോറ് വെക്കുമ്പോഴൊക്കെ നമ്മൾ പല രീതിയിൽ ഈ ഇല ഉപയോഗിക്കാറുണ്ട് അല്ലേ. നമ്മൾ കബേർഡിൻ്റെ ഉള്ളിൽ പാറ്റശല്യം ഇല്ലാതിരിക്കുവാനായിട്ട് ഈ ഇല സൂപ്പറാണ് കേട്ടോ. ഇത് നമ്മൾ പൊടിയൊന്നും ഉണ്ടാകാൻ പാടില്ല. നല്ലപോലെ തന്നെ ഡ്രൈ ആയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. പച്ചയും അതുപോലെ തന്നെ പൊടിയൊക്കെ ഉള്ളത് നമ്മൾ കബേർഡിൻ്റെ ഉള്ളിൽ ഒരിക്കലും വെക്കാൻ പാടില്ല. ഇത് ചെറിയ മോൻ്റെ കബോർഡാണ് കേട്ടോ. എത്ര ഒതുക്കി വെച്ചാലും അത് പിന്നെയും വലിച്ചിടും. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഈ ഒരു ഇല നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ ചെയ്ത് വെക്കുമ്പോൾ ആ ഒരു തുണിയിൽ അതിൻ്റെ സ്മെല്ല് പിടിക്കുമെന്നുള്ളതൊക്കെ പേടിയുണ്ടാകും. കറ വരോ, ഇതൊന്നും പേടിക്കേണ്ട. നല്ലപോലെ ഉണങ്ങിയ ഇലയായിരിക്കണം. ഒരു തരി പോലും അതിൻ്റെ ഒരു ഈർപ്പമോ ഒന്നും പാടില്ല കേട്ടോ. അതുപോലെ ഇതുപോലുള്ള ബാഗുകൾ നമ്മൾ എടുത്ത് വെക്കുന്ന ബാഗുകളിലൊക്കെ പാറ്റ ശല്യം വരാനായിട്ട് വളരെയധികം ചാൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ പൂട്ടി എടുത്ത് വെക്കും. പിന്നെ അത് വല്ല കാലത്തായിരിക്കും നമ്മൾ എടുത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ പാറ്റേൻ്റെ മുട്ടയൊക്കെ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. പാറ്റയുടെ ആ ഒരു കാഷ്ടവും പാറ്റയും എല്ലാം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് എടുത്ത് വെക്കുന്നതിന് മുമ്പേ ഈ ഒരു ഇല വെച്ചിട്ട് നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും നമുക്ക് അതെടുത്താലും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ്. പാറ്റശല്യം വീട്ടിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്യുക. അടുത്തതാണ് നമ്മളെ ഗസ്റ്റായിട്ട് വരുന്ന ഈച്ച. മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈച്ച ശല്യം വരുന്നത്. നമ്മളുടെ പാറ്റയും പല്ലിയും നമ്മളുടെ വീട്ടിൽ ഓൾമോസ്റ്റ് എപ്പോഴും ഉണ്ടാകും. പക്ഷേ ഈ ഒരു ഈച്ച ശല്യം നമുക്ക് ഈ മഴക്കാലത്ത് സഹിക്കാൻ പറ്റില്ല. മറ്റേതെന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു തൈലം കൊണ്ടോ പുൽത്തൈലോ ലോഷനം കൊണ്ട് തുടച്ച് കഴിഞ്ഞാൽ വേനൽ സമയത്ത് നമ്മളുടെ ഈച്ച ശല്യം പെട്ടെന്ന് തന്നെ പോകും. പക്ഷെ മഴക്കാലമായ നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും അതിൻ്റെ ആ ഒരു ഇത് പോവില്ല. ഈച്ച വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഈ ഒരു ട്രിക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഏതെങ്കിലും ലിക്വിഡ് സോപ്പ് എടുക്കാം. നമ്മൾ ഹാൻഡ് വാഷോ അല്ലെങ്കിൽ ബോഡി വാഷ് ഏതാണെങ്കിലും എടുക്കാം. പൗഡർ ഇടുമ്പോൾ ശ്രദ്ധിക്കണം, വളരെ കുറച്ച് മാത്രം. ഇതിപ്പോൾ ഒരു നുള്ളെന്ന് പറയില്ലേ, ആ ഒരു നുള്ള് മാത്രമേ ഇട്ടിട്ടുള്ളൂ. കുറേ ഒന്നും ക്വാണ്ടിറ്റി ഇടരുത്. കുറേ ക്വാണ്ടിറ്റി ഇട്ടാൽ നമ്മൾ തുടക്കുന്ന ഭാഗത്തൊക്കെ വെള്ളപ്പാട് പോലെ വരും. വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക. പിന്നെ വിനാഗിരി ഒരു 2.5 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. പൗഡർ ഇടുമ്പോൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ തുടക്കുമ്പോൾ നമ്മൾ ക്ലീനാക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഇപ്പം കൗണ്ടർ ടോപ്പൊക്കെ ബ്ലാക്ക് ആണെങ്കിൽ നമ്മൾ തുടക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ വൈറ്റിഷ് വരും. അതുകൊണ്ട് വളരെ കുറച്ച് പാടുള്ളൂ. വിനാഗിരിയുടെ അത്രയും തന്നെ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം.
നേരിയ ചൂടുവെള്ളം ഒഴിച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പം നമ്മൾ ആ പൗഡർ നല്ലതുപോലെ മിക്സായി കിട്ടും. നേരിയ ചൂട് മതി, നല്ല തിളച്ച വെള്ളമൊന്നും ഒഴിക്കേണ്ട. എന്നിട്ട് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു മിശ്രിതം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ എപ്പോൾ വേണമെങ്കിലും നമ്മൾ തറ തുടക്കാൻ നല്ലതാണ്. നമ്മൾ ഉറുമ്പ് ശല്യം, താഴത്ത് ഉറുമ്പ് ശല്യം, ഈച്ച ശല്യം, ഇവയെല്ലാം ഈ മഴക്കാലം വരുമ്പോൾ ഏറ്റവും വലിയ ശല്യങ്ങളാണ് ഈ ഉറുമ്പും അതുപോലെ തന്നെ ഈച്ചയൊക്കെ. അപ്പോൾ നമ്മൾ വീട് തുടക്കുമ്പോഴും ഈ ഒരു ലിക്വിഡ് കൊണ്ട് തുടച്ച് കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആകുകയും ചെയ്യും. ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. അതുപോലെ തന്നെ നല്ല എന്താണ് വെട്ടിത്തിളങ്ങുമെന്ന് പറയില്ലേ, തറയൊക്കെ നല്ല വെട്ടിത്തിളങ്ങാൻ നല്ലതാണ് കേട്ടോ. ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പം ഒരാഴ്ചത്തേക്ക് നമുക്ക് ഈ ഒരു ലിക്വിഡ് ഉണ്ടാവും കേട്ടോ. ക്ലീനിങ് പർപ്പസിന് ഏത് കാര്യത്തിനും. ഇപ്പം നമ്മൾ അടുക്കള നമ്മൾ രാത്രി കിടക്കുമ്പോഴാണ് ഈ ഒരു പാറ്റ ശല്യമൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഉച്ചക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം ഈ ഒരു മിശ്രിതം നിങ്ങളൊന്ന് സ്പ്രേ ചെയ്തിട്ട് തുടക്കുകയാണെങ്കിൽ പാറ്റയുടെ ശല്യം, പല്ലിയുടെ ശല്യം, ഈച്ചയുടെ ശല്യം 3 കാര്യങ്ങളും നമുക്ക് അറ്റ് ദ ടൈം പരിഹരിക്കാനായിട്ട് സാധിക്കും. കൗണ്ടർ ടോപ്പിലൊക്കെ രാത്രിയാകുമ്പോൾ ഇതുകൊണ്ട് തുടച്ചൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് അവസാനം ഇത് സ്പ്രേ ചെയ്ത് ഒന്ന് തുടച്ച് കിടന്നു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നല്ല ഫ്രഷ് മണവും ഉണ്ടാവും. അതുപോലെ തന്നെ പാറ്റയുടെ, പല്ലിയുടെ, അതുപോലെ ഈച്ചയുടെ ശല്യം ഉണ്ടാവില്ല. ഈച്ചയുടെ ശല്യം ഉള്ള ഭാഗങ്ങളെല്ലാം ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് നല്ലതുപോലെ തുടച്ചു കൊടുക്കുക കേട്ടോ. പൗഡർ ഇടുമ്പോൾ ശ്രദ്ധിക്കണം, വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കാവുള്ളൂ, കുറേയൊന്നും ഇടരുത്. കണ്ടില്ലേ നല്ല ക്ലീൻ ആയിട്ട് കിടക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു പറഞ്ഞ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ നിങ്ങൾ ലൈക്ക് ഇടാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ടേബിളിലാണ് ഏറ്റവും ബാഡ് സ്മെല്ലും, അതുപോലെ തന്നെ കുട്ടികൾ വെക്കേഷനൊക്കെ ആകുമ്പോൾ ഫുഡ് കഴിച്ചാൽ അത് അവിടെ ഇട്ടിട്ടിട്ട് കളിക്കും അല്ലേ. അപ്പോൾ ഇത് നല്ല പോലെ തന്നെ ഈച്ച ശല്യം മാറാനായിട്ട് സൂപ്പറാണ്. കൗണ്ടർ ടോപ്പ് മാത്രമല്ല, ഡൈനിങ് ടേബിള്, ഏതൊരു ക്ലീനിങ് പർപ്പസിനും ഈ ഒരു ലിക്വിഡ് എടുക്കാവുന്നതാണ്. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മാത്രം പൗഡർ ഉപയോഗിക്കാവുള്ളൂ, ഇല്ലെങ്കിൽ വെള്ളപ്പാട് പോലെ വരും. വളരെ ഒരു നുള്ള് മാത്രം പൗഡർ ഇടാവുള്ളൂ കേട്ടോ. കുറേ ക്വാണ്ടിറ്റിയുടെ ക്ലീനിങ്ങിന് പകരം നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ടിപ്സും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ചെയ്തു നോക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.